ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കോൾ ഓപ്ഷൻസ് ആണ്. കോൾ ഓപ്ഷൻസിനെ പറ്റിയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് കവറേജ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എ ടു ഇസഡ് അത് കോൾ ഓപ്ഷൻസ്, എവറിഥിങ് ദാറ്റ് യു നീഡ് ടു നോ. നമുക്ക് കോൾ ഓപ്ഷൻസിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ. പ്ലീസ് വാച്ച് ആൻഡ് ആസ്ക് യുവർ ഡൗട്ട്സ്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കോൾ ഓപ്ഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അറിയേണ്ടതെല്ലാം നമുക്കൊരു എക്സാമ്പിൾ ആദ്യം നോക്കാം. ചാറ്റ് ജി പി ടിയോട് ഒരു സ്റ്റോക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറയാം. കാരണം കോൾ ഓപ്ഷൻസ് പഠിക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റോക്ക് ആവശ്യമാണ്. പ്ലീസ് സജസ്റ്റ് എ റാൻഡം സ്റ്റോക്ക്. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് മതി. ഫ്രം NSE FO. റിലയൻസ് ആണ് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ ടു റിലയൻസ്. റിലയൻസ് നമുക്ക് നോക്കാം. റിലയൻസിൻ്റെ ചാർട്ട് നോക്കാം. ഇന്നത്തെ ചാർട്ടാണിത്. ഇത് 5 വർഷത്തെ ചാർട്ടാണ്. ഇത് 1 വർഷത്തെ ചാർട്ടാണ്. ഇത് 6 മാസത്തെ ചാർട്ടാണ്. കോൾ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കരാറാണ്. ഈ ഒരു കരാറിൽ ഡെറിവേറ്റീവ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണിത്. അതായത് കോൾ ഓപ്ഷൻ്റെ വാല്യൂ അതിന് കിട്ടുന്നത് ഈ റിലയൻസിൻ്റെ ഈ സ്റ്റോക്കിൽ നിന്നാണ് റിലയൻസിൻ്റെ കോൾ ഓപ്ഷൻസിൻ്റെ വാല്യൂ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് റിലയൻസിൻ്റെ കോൾ ഓപ്ഷൻസും പുട്ട് ഓപ്ഷൻസും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും റിലയൻസിൻ്റേത് ഡെറിവേറ്റീവ്സ് ആണ്. ഇതാണ് അണ്ടർലൈൻ. അണ്ടർലൈൻ എന്ന് പറയുന്നത് റിലയൻസ് ആണ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ആണ്, ഫ്യൂച്ചറാണ്. കോൾ ഓപ്ഷൻ വാങ്ങുന്ന ആൾക്ക് ഒരു നിശ്ചിത അളവിലുള്ള ഒരു ലോട്ട് സൈസിലാണ് FO മാർക്കറ്റിൽ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അത്രയും ക്വാണ്ടിറ്റി വാങ്ങുവാനുള്ള ഒരു റൈറ്റ് കിട്ടുന്നുണ്ട് ഒരു സ്പെസിഫിക് പ്രൈസിന്. ആ പ്രൈസിനെയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുക. ഒരു നിശ്ചിത കാലയളവിനുള്ളിലാണ് അത് ചെയ്യേണ്ടത്. അതിന് എക്സ്പയറി എന്ന് പറയും. കോൾ ഓപ്ഷൻ വാങ്ങുന്നവർക്ക് സ്റ്റോക്ക് വാങ്ങാനുള്ള അധികാരം കിട്ടുകയാണ് നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ. സ്ട്രൈക്ക് പ്രൈസ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈ പ്രൈസ് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പെക്കുലേറ്റീവ് വ്യൂ എടുത്തതിന് ശേഷമാണ് ഒരാൾ കോൾ ഓപ്ഷൻ വാങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, 1268 സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ 1400 അല്ലെങ്കിൽ 1350 എന്നുള്ള ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു വ്യക്തി അതിനനുസരിച്ചുള്ള 1350 60 ഏത് അവൈലബിൾ ആയിട്ടുള്ള കോൾ ഓപ്ഷൻ വാങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്ട്രൈക്കിന് ഓപ്ഷൻ പിന്നെ റിലയൻസ് വാങ്ങാനുള്ള ഒരു റൈറ്റാണ് അദ്ദേഹം കൈപ്പറ്റുന്നത്. അതുകൊണ്ടുള്ള ഗുണം, സ്റ്റോക്ക് പ്രൈസ് കൂടി 1500 1300 സ്ട്രൈക്ക് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് 1300 ആ സ്റ്റോക്ക് വാങ്ങാനുള്ള ഒരു അധികാരം കിട്ടും. അതായത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള അധികാരം അദ്ദേഹത്തിന് കിട്ടുന്നു. മറിച്ച് സ്റ്റോക്ക് അവിടെ വരെ എത്തിയില്ലെങ്കിൽ ആ ഓപ്ഷൻ എക്സ്പയർ ആവും. വർത്ത്ലെസ് ആയിട്ട്, വാല്യൂ ഇല്ലാതെ എക്സ്പയർ ആവും. കാരണം മാർക്കറ്റിൽ നിന്ന് 1268 മേടിക്കാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ 1300 മേടിക്കാൻ പറ്റുമ്പോൾ എന്തിനാണ് അദ്ദേഹം പിന്നെ ആ ഓപ്ഷൻ എക്സസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിന് ഇല്ലല്ലോ. കാരണം അതിലും കുറഞ്ഞ വിലയ്ക്ക്, മാർക്കറ്റിലെ കുറഞ്ഞ വിലയല്ലേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അത് എക്സ്പയർ ആവും. ഇതാണ് കോൾ ഓപ്ഷൻ്റെ ഒരു ടെക്നിക്ക്. ആ വ്യൂ പോയിന്റ് അനുസരിച്ച് അദ്ദേഹത്തിന് പലതരത്തിലുള്ള സ്ട്രൈക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് NSEയുടെ വെബ്സൈറ്റ്. ഇവിടെ റിലയൻസിൻ്റെ ഓപ്ഷൻ ചാർട്ട് നോക്കാം. റിലയൻസ് ഡെറിവേറ്റീവ്സ് ആണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ചെയിനിനകത്താണ് അതിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ചെയിനിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് 3
എക്സ്പയറി ഡേറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഡിസംബർ 26, ജനുവരി 30, ഫെബ്രുവരി 27 ഈ 3 ഡേറ്റുകളിൽ എക്സ്പയർ ആവുന്ന 3 സീരീസ് ഓഫ് ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഡിസംബർ 26 എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, തേഴ്സ്ഡേ ആണ്. അപ്പോൾ ഓരോ മാസത്തെയും അവസാനത്തെ തേഴ്സ്ഡേയിലാണ് ഓപ്ഷൻസ് എക്സ്പയർ ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. തേഴ്സ്ഡേ, വ്യാഴാഴ്ച പബ്ലിക് ഹോളിഡേ മറ്റോ ആണെങ്കിൽ അതിൻ്റെ തലേ ദിവസം അത് എക്സ്പയർ ആവും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ അണ്ടർലൈങ് എന്ന് പറഞ്ഞാൽ റിലയൻസ് ആണ്. അതിന് 1268 രൂപ 40 പൈസയാണ് അതിൻ്റെ വില. നമ്മളിപ്പോൾ നോക്കുന്നത് 30 ജനുവരി, കാരണം ഈ ഒരു സീരീസിൽ ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ. നമുക്ക് അടുത്ത ഒരു സീരീസ് നോക്കാം. ജനുവരിയിൽ എക്സ്പയർ ആവുന്ന സീരീസിലെ ഓപ്ഷൻ്റെ ചെയിനാണ് ഈ കാണുന്നത്. ഇടത് ഭാഗത്ത് കോളും വലത് ഭാഗത്ത് പുട്ടുമായിട്ട് ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സ്ട്രൈക്ക് പ്രൈസുകളാണ് നടുക്ക് കാണുന്നത്. ലെഫ്റ്റിൽ കാണുന്നത് കോൾ ഓപ്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ്, എത്ര പേര് വാങ്ങാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ വിലയ്ക്ക് അവർ കോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പുട്ടിൻ്റേത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോളാണ് നോക്കേണ്ടത്. കോൾ ഓപ്ഷനാണ്. കോൾ ഓപ്ഷൻ്റെ സ്ട്രൈക്കുകൾ നമ്മൾ കണ്ടു. 1270 എന്നുള്ളതാണ് അറ്റ് ദ മണി സ്ട്രൈക്ക്. പ്രൈസിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് അറ്റ് ദ മണി, അല്ലെങ്കിൽ നമുക്കതിനെ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നിയർ ദ മണി എന്ന് വേണമെങ്കിലും പറയാം. 1268 അടുത്താണ് 1270. അപ്പോൾ 1270 ആണ് അറ്റ് ദ മണി. അതുപോലെ 1280 നിയർ ദ മണിയാണ്. ഈ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളത് കാണിച്ചത്. നമ്മളുടെ വ്യൂ അനുസരിച്ച് നമ്മൾ ബുള്ളിഷ് ആണെങ്കിൽ ഒരു സാമാന്യം ബുള്ളിഷ് മാത്രമാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കിൻ്റെ വില സ്ട്രൈക്കിനേക്കാൾ താഴെയായിരിക്കുന്ന സാഹചര്യം, അതായത് സ്ട്രൈക്ക് പ്രൈസ് സ്റ്റോക്കിൻ്റെ വിലയേക്കാൾ താഴെയായിരിക്കുന്ന സാഹചര്യം. ഫോർ എക്സാമ്പിൾ 1270 താഴെയുള്ള സ്ട്രൈക്കുകളൊക്കെ ഇൻ ദ മണിയാണ്. 1270 10 രൂപ കുറവാണ് 1260. അങ്ങനെ 10 കുറഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 1240 ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് ആണ്. ഈ നടുക്ക് കാണുന്നതൊക്കെ നിയർ ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണിയാണ്. വീണ്ടും വളരെ വലിയ പ്രൈസുകൾ 1310, 1300 ഇങ്ങനെ മുകളിലോട്ട് പോകുന്തോറും അതൊക്കെ ഔട്ട് ഓഫ് ദ മണിയാണ്. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഔട്ട് ഓഫ് ദ മണി എന്നതിന് പകരം ഫാർ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാൻ പറ്റും. അതുപോലെ ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് വരും തോറും ഒരുപാട് താഴെ പോകുമ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ഡീപ്പ് ഇൻ ദ മണി എന്നാണ്. ഇങ്ങനെ 5 തരത്തിലാണ് ഈ കാറ്റഗറി ഉള്ളത്. നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു ബുള്ളിഷ് മാത്രമാണെങ്കിൽ നമുക്ക് ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് ആണ് വാങ്ങേണ്ടത്. 1250 അല്ലെ 1260, അതൊക്കെ അതിൻ്റെ ആ സ്ട്രൈക്കുകൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ സ്ട്രൈക്കുകളാണ്. നമ്മൾ 1250 അല്ലെങ്കിൽ 1270 ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ ശരിക്കും കുറച്ചുകൂടെ ബുള്ളിഷ് ആയിരിക്കണം. വില ഇവിടെ നിന്ന് ശരിക്കും മുകളിലോട്ട് പോയി ഈ 46 രൂപയും കവർ ചെയ്ത് വീണ്ടും 46, 74, 12 ഈ ഒരു 300 മുകളിൽ പോയാൽ മാത്രമേ ഈ ഒരു പൊസിഷൻ നമുക്ക് പ്രോഫിറ്റബിൾ ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 1300 വാങ്ങുകയാണെങ്കിൽ നമ്മളുടെ പ്രൈസ് ഈ 1268 എന്നുള്ള പ്രൈസ് വർദ്ധിച്ച് 1300 മുകളിൽ പോയി 1330 രൂപ 30 പൈസയും കഴിഞ്ഞ് ഒരു പൈസയെങ്കിലും മുകളിൽ പോയാൽ മാത്രമേ നമ്മളുടെ ബൈ പൊസിഷൻ പ്രോഫിറ്റബിൾ ആകത്തുള്ളൂ. അതായത് നമ്മൾ ശരിക്കും ബുള്ളിഷാണ്, കൂടുതൽ ബുള്ളിഷാണ്, ഇവിടത്തേക്കാളും ബുള്ളിഷാണ് ഇവിടെ. പക്ഷേ നമ്മൾ 1400 സ്ട്രൈക്കാണ് എടുത്തതെങ്കിൽ, ഈ സ്ട്രൈക്കാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ വളരെയധികം ബുള്ളിഷാണെന്നർത്ഥം, ഒരുപാട് ബുള്ളിഷാണ്. കാരണം 1400 കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 1400 എന്ന് പറയുമ്പോൾ ഇവിടെ വരെ എത്തേണ്ടി വരും. ഈ സ്റ്റോക്ക്, ഇവിടെ കിടക്കുന്ന സ്റ്റോക്ക് അതിൻ്റെ വില വർദ്ധിച്ച് ഇവിടെ വരെ 1400 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 8.53% മുകളിലോട്ട് അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കൂട്ടേണ്ടി വരും. അതായത് ഈ ഒരു 1400 ലെവലിലെത്തി അതിന് മുകളിൽ പോയാൽ മാത്രമേ 1400 കോൾ ഓപ്ഷൻ നമുക്ക് പ്രോഫിറ്റബിൾ ആവുകയുള്ളൂ. നമുക്കത് അപ്സ്ട്രാ പ്ലാറ്റ്ഫോമിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബിൽഡർ, റിലയൻസ്, നമ്മൾ
നമ്മൾ എനിവേ മെക്കാനിക്കൽ ആയിട്ട് ഇവിടെ ഉള്ളത് എക്സ്പയറി ഡേറ്റ് കൊടുത്ത് നോക്കാം. ജനുവരി നമ്മൾ കണ്ടത് ജനുവരി 30 30 ജനുവരിക്ക് എക്സ്പയർ ആവുന്ന ഓപ്ഷൻസാണ് നമുക്ക് വേണ്ടത്. ബൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ലെറ്റ്സ് സേ നമ്മൾ ആദ്യമായിട്ട് കണ്ട ഇൻ ദ മണി സ്ട്രൈക്ക് ഒന്ന് വാങ്ങി നോക്കാം. 1240 അല്ലെങ്കിൽ 1200 ഇൻ ദ മണി, 1200 കോൾ ഓപ്ഷൻ ബൈ. 1200 കോൾ ഓപ്ഷൻ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 39.63% ആണ് കാണുന്നത്. ഇത് ഈ നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്. 1267 സംതിങ്ങിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ വാങ്ങുന്ന കോൾ ഓപ്ഷൻ 1200 അതായത് കുറച്ച് താഴോട്ട് മാറ്റി ഉള്ള വിലക്കാണ് നമ്മൾ വാങ്ങുന്നത്. ഇവിടെയാണ് വാങ്ങുന്നത്. നമ്മളത് വാങ്ങുവാനായിട്ട് നമ്മൾ കൊടുത്ത പണം 93.35 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 93.35 വെച്ചിട്ട് 500 സ്റ്റോക്ക്. അപ്പോൾ 46,000 സംതിങ് അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് കൊടുക്കുമ്പോൾ നമുക്ക് 500 സ്റ്റോക്കിൻ്റെ 500 ഓപ്ഷൻസാണ് കിട്ടുന്നത്. കാരണം ലോട്ട് സൈസ് അനുസരിച്ചാണ് ഓപ്ഷൻസ് കച്ചവടം ചെയ്യപ്പെടുക. നമ്മൾ 1200 സ്ട്രൈക്കിലെ കോൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പണം അതിന് പ്രീമിയം എന്ന് പറയും 46,675 അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഓപ്ഷൻസ് നമ്മുടെ കൈ കിട്ടും. നമുക്ക് ഈ വിലയ്ക്ക് അത് വാങ്ങുവാനുള്ള അധികാരമുണ്ട്. പക്ഷെ നമ്മൾ പ്രോഫിറ്റബിൾ ആവണം എങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ വില ഇപ്പോൾ ഉള്ള മാർക്കറ്റിനേക്കാൾ വീണ്ടും ഫർദർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റബിൾ ആവുകയുള്ളൂ. ഉദാഹരണത്തിന് 1400 1400 വരെ സ്റ്റോക്കിന് വില പോയാൽ നമുക്ക് കിട്ടുന്ന ലാഭം 56,135. ഈ രീതിയിലാണ് ഈ ഓപ്ഷൻസ് വർക്ക് ചെയ്യുക. ഇതിപ്പോൾ ഇൻ ദ മണി ഓപ്ഷനാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തത്. ഇൻ ദ മണി ഓപ്ഷൻസിൽ നമ്മൾ ബുള്ളിഷാണ്. ബുള്ളിഷ് മീൻസ് ഇപ്പോൾ ഉള്ള വിലയേക്കാൾ പ്രൈസ് മുകളിലോട്ട് പോയേ പറ്റൂ, എന്നാൽ മാത്രമേ നമ്മൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ ബുള്ളിഷാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു അറ്റ് ദ മണി വെച്ച് നോക്കാം. 1270 ഈസ് അറ്റ് ദ മണി കോൾ ഓപ്ഷൻ. ബൈ ആണ് ചെയ്തിരിക്കുന്നത്. മാറ്റങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. 45 ഡേയ്സിനടുത്തുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ ഈ രീതിയിലോട്ട് മാറി. നമ്മൾ കൊടുക്കുന്ന പ്രീമിയം കുറവാണ്. കാരണം നമ്മൾ ഹയർ സ്ട്രൈക്കിലാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ഹയർ സ്ട്രൈക്കിലോട്ട് പോകുന്തോറും പ്രീമിയം കുറഞ്ഞു വരും. കാരണം അതിന് മാർക്കറ്റിന് അടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആ പ്രീമിയം കുറയുന്നത്. അവിടെ ഇൻട്രിൻസിക് വാല്യൂ വളരെ കുറവാണ്. എക്സ്ട്രിൻസിക് വാല്യൂ, അതായത് ടൈം വാല്യൂ ആണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് പ്രീമിയം കുറയുന്നത്. അതിന് ഫോർമുല ഉണ്ട്. ഞാൻ പിന്നീട് സെപ്പറേറ്റ് വീഡിയോയിൽ പഠിപ്പിക്കുന്നതായിരിക്കാം. ടൈം വാല്യൂവും ഇൻട്രിൻസിക് വാല്യൂവും ഒക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പ്രോബബിലിറ്റി കുറഞ്ഞു. കാരണം കുറച്ചുകൂടെ സ്റ്റോക്ക് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ. ഇത് കവർ ചെയ്ത് പോകണം. 22,500 നമ്മൾ ചിലവാക്കിയ പണം, അതായത് 45 രൂപ വെച്ചിട്ടാണ് നമ്മൾ 500 സ്റ്റോക്കിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ആ 45 രൂപ 1270 കൂടെ 45 രൂപ കൂട്ടി കിട്ടുന്ന പ്രൈസാണ് ഏകദേശം ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് 1315 എന്ന് പറയുന്നത്. 1315 1315 രൂപയ്ക്ക് മുകളിൽ പോയാൽ, 1 രൂപയെങ്കിലും പോയാൽ, അല്ലെങ്കിൽ 50 പൈസ 5 പൈസ ഒക്കെ പോയാൽ മാത്രമേ പ്രോഫിറ്റബിൾ ആയി എന്ന് പറയാൻ കഴിയുള്ളൂ. നാമം മാത്രമേ പ്രോഫിറ്റ്. പക്ഷെ ഫർദർ പോയാൽ 1400 വരെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1500 വരെ പോയാൽ, ജനുവരി 30 മുമ്പ് അല്ലെങ്കിൽ ജനുവരി 30 അടുത്ത് 1500 വരെ എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നത് 92,500 വരെ നമ്മൾ പ്രോഫിറ്റബിൾ ആണ്. അതാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. കാരണം ഈ 1270 സ്ട്രൈക്കിലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ട്രൈക്കിൽ വാങ്ങാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ആ റൈറ്റ് നമുക്കുള്ളിടത്തോളം അതിന് മുകളിൽ പോകുമ്പോൾ നമ്മുടെ പൊസിഷൻ പ്രോഫിറ്റബിൾ ആവും. ഇങ്ങനെയാണ് കോൾ ഓപ്ഷൻ വർക്ക് ചെയ്യുക. നമുക്കിനി ഔട്ട് ഓഫ് ദ മണി ഒരെണ്ണം വർക്ക് ചെയ്ത് നോക്കാം. 1300 അല്ലെങ്കിൽ 1400. 1400 ഒരു കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് മാറ്റി കൊടുക്കാം.
ഇത് എക്സ്ട്രീംലി ബുള്ളിഷാണ്, നല്ല രീതിയിലുള്ള ബുള്ളിഷാണിത്. ഇതിന് പ്രീമിയം വളരെ കുറവാണ്, 3500 രൂപയെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. 3500 രൂപ കൊടുക്കുമ്പോൾ 7 രൂപ വെച്ചാണ് അവർ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 7 രൂപയ്ക്ക് 7×5 = 35, 500 സ്റ്റോക്ക്, 7 രൂപയ്ക്ക് 500 ഓപ്ഷൻസ് നമുക്ക് കിട്ടുകയാണ്. ആ ലോട്ടിൻ്റെ ആ സൈസ് അനുസരിച്ചുള്ളത്. അപ്പോൾ 1400 കോള വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 1400 താഴെയാണ് ഈ റിലയൻസ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ കൊടുത്ത പ്രീമിയം നമുക്ക് നഷ്ടപ്പെടും. കാരണം നമ്മളുടെ വിന്നിങ് അല്ല, നമ്മുടെ ട്രേഡ് ലൂസിങ് ട്രേഡാണ്. പക്ഷെ 1400 മുകളിൽ പോയാൽ 1407, അതാണ് ഈ കാണുന്ന ബ്രേക്ക് ഇവൻ. പ്രീമിയവും കൂടെ കവർ ചെയ്ത് മുകളിൽ പോയാൽ മാത്രമേ, അതായത് 1407 മുകളിൽ പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. ലെറ്റ്സ് സേ അത് മുകളിൽ പോയി, നമ്മൾ ലക്കിയായി 1500 വരെ സ്റ്റോക്ക് പോയാൽ, 1500 വരെ പോയാൽ നമുക്ക് കിട്ടുന്ന ലാഭം 54,000 രൂപ, അല്ല 46,500 രൂപയാണ്. 46,500 രൂപ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ആണ് 1,500 രൂപ വരെ ഇത് പോയി കഴിഞ്ഞാൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 3,500 രൂപ മാത്രമാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ലാഭം 10 ഇരട്ടി പോലും അല്ല, അതിനും അപ്പുറമാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ഭയങ്കര ലോട്ടറി ടൈപ്പ് ഓഫ് ട്രേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മളിത് ടെക്നിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. സോ എന്തെങ്കിലും ചാൻസ് 1,500 രൂപ വരെ പോകാൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ഏത് ട്രേഡും, ഈ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന കേസിൽ ഏത് ട്രേഡും ബുള്ളിഷ് തന്നെയാണ്. ഇത് എക്സ്ട്രീംലി ബുള്ളിഷാണ്. താഴോട്ടുള്ളത് നമ്മൾ കാണിച്ചതൊക്കെ കുറച്ചുകൂടെയൊക്കെ കുറഞ്ഞ രീതിയിൽ മുകളിലോട്ട് പോയാലും ലാഭം കിട്ടും. അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. പ്രോഫിറ്റബിലിറ്റി സിനാറിയോ നമ്മളിതിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഔട്ട് ഓഫ് ദി മണി കോൾ ആണെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ് ഇപ്പോഴത്തെ സ്റ്റോക്കിൻ്റെ വിലയേക്കാൾ താഴെയായിരിക്കും. ആ സ്ട്രൈക്ക് പ്രൈസും കടന്ന് പ്രീമിയം കൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മൾ പ്രോഫിറ്റബിൾ ആവുകയുള്ളൂ. ഔട്ട് ഓഫ് ദി മണിയുടെ കാര്യമാണ് പറഞ്ഞത്. എക്സ്ട്രീംലി ബുള്ളിഷ് അസംഷനാണ് ഇവിടെ ആവശ്യം. വളരെ വലിയ രീതിയിൽ സ്റ്റോക്ക് മുകളിലേക്ക് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു സിറ്റുവേഷൻ അറ്റ് ദ മണിയാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റോക്ക് പ്രൈസിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്ട്രൈക്കാണിത്. എന്നാലും പ്രൈസ് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടുകയുള്ളൂ. റിഫ്ലക്സ് എ ബുള്ളിഷ് അസംഷൻ, ബുള്ളിഷ് ആയിരിക്കണം. ഇൻ ദ മണി ആണെങ്കിലും ബുള്ളിഷ് തന്നെ ആയിരിക്കണം. മുകളിലേക്ക് സ്റ്റോക്ക് പോവുക എന്നുള്ളത് നിർബന്ധമാണ്. ബൈയിങ് കോൾ ഓപ്ഷനകത്ത് സ്ട്രൈക്ക് പ്രൈസ് കറണ്ട് സ്റ്റോക്ക് പ്രൈസിനേക്കാൾ താഴെയാണ്. അപ്പോൾ നമ്മൾ ഈ 3 സ്ട്രൈക്കുകൾ വെച്ച് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇതിനാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ഇതിനാണ്. കാരണം കുറച്ചെങ്കിലും മുകളിലോട്ട് പോയാൽ പോലും നമുക്ക് ലാഭത്തിലെത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു സിസ്റ്റത്തിലുണ്ട് ഇൻ ദ മണി ആണെങ്കിൽ. പക്ഷെ ക്യാപിറ്റൽ കൂടുതലാണ് ഇവിടെ ആവശ്യം, റിസ്ക്കും അതിനനുസരിച്ച് കൂടും. ഓക്കെ, അപ്പോൾ ഇൻ ദ മണി നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് ബുള്ളിഷ്നെസ് ആണ്. ഇൻ ദ മണി ആണെങ്കിൽ ബുള്ളിഷാണ്. അറ്റ് ദ മണിയിലെ സ്ട്രൈക്കാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ ബുള്ളിഷിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ ഗ്രേഡാണ്, കുറച്ചുകൂടെ ബുള്ളിഷാണ്. സോറി, ഇത് ATM അല്ല, OTM ആണ്. ഔട്ട് ഓഫ് ദി മണി ആണെങ്കിൽ വളരെയധികം ബുള്ളിഷാണ്. ടൈം DK ആണ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ്. ടൈം വാല്യൂ, നമ്മൾ ഓരോ ഓപ്ഷനും ഒരു വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ ഇൻ ദ മണി ഓപ്ഷൻസിന് പൊതുവെ ടൈം വാല്യൂ ഉണ്ടാവാറില്ല. അറ്റ് ദ മണി ഓപ്ഷൻസിന് മിക്കവാറും ടൈം വാല്യൂ ആയിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. പിന്നീട് ഔട്ട് ഓഫ് ദ മണിക്ക് ഉള്ളത് 100% ടൈം വാല്യൂ മാത്രമാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സ്റ്റോക്ക് ആ ഒരു നിശ്ചിത സ്ട്രൈക്കിന് മുകളിൽ പോകാനുള്ള ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടൈം വാല്യൂ അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. നമ്മൾ വാങ്ങിയ ഓപ്ഷൻ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. അതിനു മുമ്പ് തന്നെ അതിൻ്റെ വില, സ്റ്റോക്കിൻ്റെ വില മുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ ആ ടൈം DK നമുക്ക് ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കും വാങ്ങുന്ന വ്യക്തിക്ക്. അപ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങുന്ന വ്യക്തിക്ക് ഉള്ള ചില റിസ്ക് റിവാർഡാണ് നമ്മൾ നോക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി വളരെ അധികമാണ്. നമ്മൾ മുമ്പേ കണ്ടു, 3,500 രൂപ കൊടുത്തിട്ട് 40,000 രൂപ അല്ലെ അതിന് മുകളിലോട്ടൊക്കെ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ചെറിയ ചാൻസ് എങ്കിലും അവിടെ ഉണ്ട്. ലോസ് പക്ഷേ ലിമിറ്റഡ് ആണ്. 3,500 രൂപ പോവും. അല്ലെങ്കിൽ പ്രീമിയം എത്ര ആണോ നമ്മൾ വാങ്ങുന്നത്, പ്രീമിയം നമ്മൾ എത്രയോ കൊടുക്കുന്നുണ്ടോ ഓപ്ഷൻ വാങ്ങാനായിട്ട്, അതാണ് നമ്മുടെ മാക്സിമം ലോസ്. അതിനപ്പുറത്തേക്ക് നമുക്ക് നഷ്ടം ഇതിനകത്ത് വരില്ല. പക്ഷേ ഇത് വിൻ ചെയ്യാനുള്ള സാധ്യത പലപ്പോഴും കുറവാണ്. നമ്മളിപ്പോൾ കണ്ട 3 സ്ട്രൈക്കിലും 50% താഴെയാണ് എല്ലാത്തിലും നമ്മൾ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കണ്ടത്. സ്റ്റോക്ക് പ്രൈസ്
എക്സ്പയറി ഡേറ്റിന് മുമ്പ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റിനോട് അടുത്ത് ആ ഒരു എക്സിറ്റ് ആവേണ്ട സമയമാകുമ്പോഴത്തേക്കും സ്ട്രൈക്ക് പ്രൈസിന് അടുത്ത് തന്നെയാണ്, നമ്മുടെ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസിന് അടുത്ത് തന്നെയാണ് സ്റ്റോക്ക് പ്രൈസ് എങ്കിൽ നമുക്ക് ലാഭമൊന്നുമില്ല. കാരണം മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റുമല്ലോ ആ വിലയ്ക്ക്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഓപ്ഷന് ഒരു വാല്യൂ കിട്ടുക? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓപ്ഷൻ വർത്ത്ലെസ് ആയിട്ട്, മൂല്യങ്ങൾ ഒന്നും തന്നെ, വാല്യൂ ഒന്നും ഇല്ലാതെ അത് എക്സ്പയർ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ പൈസ നമുക്ക് ഫുള്ള് നഷ്ടപ്പെടും. ആ ലോസ് എന്ന് പറയുന്നത് പ്രീമിയം എത്ര കൊടുത്തിട്ടുണ്ടോ അതാണ് നഷ്ടപ്പെടുന്നത്. ഇനി നമുക്ക് ഓൺ ദ അതർ സൈഡ് കോൾ ഓപ്ഷൻ വിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ വാങ്ങുന്നതാണ് കണ്ടത്. ഇത് തിരിച്ച് നേരെ അടിച്ചു കഴിഞ്ഞാൽ വിൽക്കുന്ന സിറ്റുവേഷൻ വരും. ഇവിടെ 91.9% ആണ് നമ്മൾ വാങ്ങുമ്പോൾ 8.9% മാത്രമാണ് അത് വിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഒരു ബയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. കാരണം സ്റ്റോക്ക് ഇത്രയും ട്രാവൽ ചെയ്ത് ഇതിനപ്പുറത്ത് ഈ കോമ്പൗണ്ട് കടന്ന് ഇവിടെ വന്നാലേ ലാഭമാവുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഷോർട്ടിങ് എ കോൾ ഓപ്ഷൻ, ഔട്ട് ഓഫ് ദി മണി കോൾ ഓപ്ഷൻ നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 91.1% മിക്കവാറും പലപ്പോഴും ഇത് ലാഭത്തിലേ എത്തുകയുള്ളൂ. പക്ഷേ ഇതിന് നമ്മൾ 74,580 പ്രീമിയം മാർജിൻ വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓപ്ഷൻ വിൽക്കുമ്പോൾ നമുക്ക് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസ്ക് കാണുന്നുണ്ട് ഇങ്ങോട്ട്. അഥവാ ഈ പ്രൈസ് കാണും കയറി 1,500 അല്ലെങ്കിൽ 1,000-2,000 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അവിടെ വരുന്നത്. ആ ഒരു റിസ്ക് കവർ ചെയ്യുവാനായിട്ട് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികളെ സജസ്റ്റ് ചെയ്തതനുസരിച്ചുള്ള മാർജിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് വിൽക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഇവിടെയും പല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് 3,500 മാത്രമേ കിട്ടുകയുള്ളൂ ഇവിടെ. കാരണം നമ്മൾ കളക്ട് ചെയ്ത പ്രീമിയം അത്രയാണ്, അതിൽ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല. പക്ഷേ ആൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു നോൺ ബുള്ളിഷ് ടു സ്ലൈറ്റ്ലി ബുള്ളിഷ് സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റോക്ക് കുറച്ച് മുകളിലോട്ട് പോയാലും നമ്മൾ ഓക്കെയാണ്. ഇവിടെയാണ് കറന്റ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടുന്ന് സ്റ്റോക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് പോയി 2-3% അല്ല 8% അല്ല 10%-ത്തിനടുത്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ സേഫാണ്, ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾ. പക്ഷെ അതിനും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആൾ ബുദ്ധിമുട്ടും. സോ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സ്ട്രൈക്ക് മാറ്റിയിട്ട് കൊടുത്ത് നോക്കാം. അറ്റ് ദ മണി സ്ട്രൈക്ക് ഇട്ട് നോക്കാം. 1270 കോൾ ഓപ്ഷനാണ് വിൽക്കുന്നതെങ്കിൽ എന്താണ് സിറ്റുവേഷൻ? പ്രോഫിറ്റിൻ്റെ ചാൻസ്, പ്രോഫിറ്റിൻ്റെ എമൗണ്ട് കൂടിയിട്ടുണ്ട് 22,500. കാരണം അത്രയും പ്രീമിയം നമുക്ക് കിട്ടും. 500 ഓപ്ഷന് 45 രൂപ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22,500 നമുക്ക് കിട്ടുന്നത്. നമ്മൾ അവിടെ ക്യാപിറ്റൽ കുറച്ച്, മാർജിൻ കുറച്ച് കൂടുതൽ വെക്കേണ്ടതായിട്ടുണ്ട്, 1,21,65. പക്ഷേ നമുക്ക് വിന്നിങ് ചാൻസ് ഇപ്പോഴും 68.13 ആണ്. അതായത് കൂടുതലാണ്, ബൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് സെൽ ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് ഉള്ള പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ്. ഇവിടെയും നമ്മൾ ബുള്ളിഷാണോ? അല്ല. പക്ഷേ നമ്മൾ ന്യൂട്രലാണ് ശരിക്കും. പ്രൈസ് താഴോട്ട് പോയാൽ നമ്മൾ സേഫാണ്. പക്ഷേ പ്രൈസ് മുകളിലോട്ട് പോയാൽ നമ്മൾ ഒരുപാട് സേഫ് അല്ല. കുറച്ച് ദൂരം വരെ ഒരു 2.6-3%, അതായത് 1,315 വരെ പ്രൈസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ഓക്കെ മീൻസ് നമുക്ക് നഷ്ടമില്ല. കിട്ടിയ പൈസ 22,500 കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും കുഴപ്പമില്ലെന്ന് പറയാം, കാരണം കയ്യിൽ നിന്നൊന്നും പോകത്തില്ല. പക്ഷേ 1,315 കഴിഞ്ഞിട്ട്, അതാണ് നമ്മുടെ ബ്രേക്ക് ഇവൻ. അത് കഴിഞ്ഞ് 1,315, 16, അങ്ങനെ 17 പോകും തോറും 500 രൂപ വെച്ച് ഓരോ പോയിന്റിനും പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഒരു ലോട്ടിനകത്ത് 500 ആവുള്ളൂ. അപ്പോൾ 1,400 രൂപ വരെ ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടം 70,000-അടുത്ത് വരും. അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇത് ഒരു ന്യൂട്രൽ സ്ട്രാറ്റജി എന്ന് നമുക്ക് വേണം പറയാം. ന്യൂട്രലാണ് ഇവിടെ. കാരണം ഇത് മുകളിലേക്ക് പോകാതിരുന്നാൽ മാത്രം മതി, അപ്പോൾ നമ്മൾ വിജയിക്കും. താഴോട്ട് പോയാൽ നമ്മൾ നമ്മൾ വിജയിക്കുക തന്നെയാണ്. അതാണ് ആ ഒരു സ്ട്രാറ്റജി. നമുക്ക് ഇൻ ദ മണി ഒന്ന് നോക്കാം. 1200. ഇൻ ദ മണി ചെയ്യുമ്പോൾ നമുക്ക് ഫർദർ ഹൈ പ്രീമിയം കിട്ടുക. 46,675 രൂപ നമുക്ക് പ്രീമിയം കിട്ടുന്നുണ്ട്. കാരണം 100 രൂപയ്ക്കടുത്ത് നമുക്ക് കിട്ടുകയാണ്. 93 രൂപ 35 പൈസയാണ് പ്രീമിയം.
ഈ സ്ട്രൈക്കിൽ 1200 അവിടുത്തെ പ്രത്യേകത ഇത് ഒരു ബിയറിഷ് സ്ട്രാറ്റജിയാണ്. ഇൻ ദ മണി കോൾ ഓപ്ഷൻ വിൽക്കുക എന്ന് പറയുന്നത് ബിയറിഷ് സ്ട്രാറ്റജിയാണ്. സ്റ്റോക്ക് താഴേക്ക് പോയാലാണ് നമുക്ക് ലാഭം കിട്ടുക. അതും ലിമിറ്റഡ് ആണ്. എവിടെ വരെ പോകണം? 1200 താഴെ നിൽക്കണം. ഇതാണ് 1200 എന്ന് പറയുന്നത്. ഇവിടുത്തെ കോളാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. ഇവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാൻ ഇപ്പോൾ മേളിലാണ് നിൽക്കുന്നത്. അതായത് മേളിൽ 1269 ആ റേഞ്ച് നിൽക്കുന്ന സ്റ്റോക്ക് താഴേക്ക് വന്ന് നമ്മളുടെ സ്ട്രൈക്കായിട്ടുള്ള നമ്മൾ വിറ്റ സ്ട്രൈക്കായ 1200 സ്ട്രൈക്കിൻ്റെ അവിടെ വരെ എത്തിയാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എത്രയാണോ അത് കിട്ടും. 46,675 രൂപ നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലിരിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ആർക്കും. പക്ഷേ അതിനുവേണ്ടി സ്റ്റോക്ക് താഴേക്ക് വരേണ്ടതായിട്ടുണ്ട്. അതായത് ഇൻ ദ മണി കോൾ ഓപ്ഷൻ നമ്മൾ വിൽക്കുമ്പോൾ നമ്മളുടെ ബിയറിഷ് വ്യൂ ആണ്. സ്റ്റോക്ക് താഴേക്ക് വന്നേ പറ്റൂ, എന്നാലേ ലാഭം കിട്ടൂ. പക്ഷേ സ്റ്റോക്ക് അവിടെ തന്നെ നിന്നാൽ നമുക്ക് നഷ്ടവും ലാഭമൊന്നുമില്ല, ചെറിയൊരു ലാഭം മാത്രമേ ഉള്ളൂ. മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് നഷ്ടം വരും. 1400, 1450, 1500, 1500 ചെല്ലുമ്പോൾ നമുക്ക് 1,00,000 രൂപയ്ക്ക് മുകളിൽ നഷ്ടം വരും. കോൾ ഓപ്ഷൻ വിറ്റാർക്ക് ഇവിടെ മാർജിൻ വെക്കുന്നുണ്ട് 1,50,000. ഇതാണ് കോൾ ഓപ്ഷനെ പറ്റി പഠിക്കാനുള്ളത്. വിൽക്കുന്നക്ക് പ്രീമിയം കിട്ടും, പക്ഷേ അതോടൊപ്പം ആ ഒബ്ലിഗേഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റിസ്ക് ഇങ്ങനെ വരുന്നത്. പക്ഷേ വാങ്ങുന്നക്ക് ഇത് ഇത്രയും വലിയ റിസ്ക് വരത്തില്ല. മാക്സിമം റിസ്ക് പ്രീമിയം മാത്രമാണ്. ഇവിടെ പ്രീമിയം മാത്രമല്ല, പ്രീമിയമാണ് മാക്സിമം പ്രോഫിറ്റ്, പക്ഷേ റിസ്ക് വളരെയധികമാണ്. പ്രീമിയം എത്രയാണോ കിട്ടിയത് അതാണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ്. നഷ്ടമാണെങ്കിൽ അൺലിമിറ്റഡ് ആണ്, കാരണം സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് എത്ര വേണേലും പോകാം ടെക്നിക്കലി. സെല്ലിംഗ് ഇൻ ദ മണി കോളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ബിയറിഷ് ആണ്, ബിയറിഷ് അസംഷനാണ്. കാരണം സ്റ്റോക്ക് താഴേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇൻ ദ മണി കോൾ വിൽക്കാവൂ. അറ്റ് ദ മണി കോൾ നമുക്ക് വിൽക്കാം, അത് ന്യൂട്രൽ അസംഷനാണ്. സ്റ്റോക്ക് താഴേക്ക് പോകാതെ തന്നെ നമുക്ക് ലാഭം കിട്ടും. OTM കോൾ ആണെങ്കിൽ സ്റ്റോക്ക് താഴേക്ക് പോകണമെന്നില്ല എന്ന് മാത്രമല്ല, സ്റ്റോക്ക് കുറച്ച് മുകളിലോട്ട് പോയാലും പ്രശ്നമില്ല. നമ്മളിന്ന് അതും കണ്ടിരുന്നു. കോൾ വിൽക്കുമ്പോഴുള്ള ഗുണങ്ങൾ: ടൈം ഡീക്കെ നമുക്ക് അനുകൂലമാണ്, വിൽക്കുന്നക്ക് അനുകൂലമാണ്. കാരണം വിറ്റ സാധനത്തിൻ്റെ വില വേറെ ഒന്നും ചെയ്യാതെ ഓരോ ദിവസം കഴിയുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അത് നല്ലതാണ്. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കൂടുതലാണ്. ബയേഴ്സിനേക്കാൾ, ബൈ ചെയ്യുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ചാൻസ് സെൽ ചെയ്യുന്ന വ്യക്തിക്കാണ്. കാരണം മെയിനായിട്ട് ഈ ടൈം ഡീക്കയുടെ ഒരു ആസ്പെക്റ്റാണ്. പിന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യം, കോൾ ഓപ്ഷൻസ് ആസ് ഡിസ്കൗണ്ട്സ്. കോൾ ഓപ്ഷൻ വാങ്ങുന്ന വ്യക്തിക്ക് ആ ഒരു സ്ട്രൈക്കിനേക്കാൾ മുകളിലാണ് സ്റ്റോക്ക് പോകുന്നതെങ്കിൽ അദ്ദേഹം ഏത് സ്ട്രൈക്കിനാണോ വാങ്ങിയ അവിടെ വാങ്ങാൻ പറ്റുന്നുള്ളൂ. ആ വില എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള ആ സമയത്തെ വിലയേക്കാൾ കുറവാണെങ്കിൽ അദ്ദേഹത്തിന് ആ സ്റ്റോക്ക് ഒരു ഡിസ്കൗണ്ടിൽ വാങ്ങാനുള്ള ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. വല്ലപ്പോഴും അങ്ങനെ സംഭവിക്കാറുള്ളൂ എങ്കിലും കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അത് നല്ലതായിരിക്കാം. ലോങ്ങർ ഡേറ്റഡ് കോൾസ്. നമ്മളിപ്പോൾ 3 എക്സ്പയറി കണ്ടു. അതിലെ രണ്ടാമത്തെ എക്സ്പയറിയിലാണ് നമ്മളിപ്പോൾ ഈ ട്രേഡ് ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് പഠിച്ചത്. പക്ഷേ അതിനും ശേഷമുള്ള മറ്റൊരു എക്സ്പയറി ഉണ്ട്. അവിടുത്തെ പ്രീമിയം ഇതിനേക്കാൾ കൂടുതലാണ്. അതിൻ്റെ കാരണം അവിടെ കൂടുതൽ ടൈം വാല്യൂ ഉണ്ട്, കാരണം കൂടുതൽ ദിവസങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് 3 മാസം അല്ലെങ്കിൽ 90 ദിവസം ഒക്കെ ഫർദർ ഔട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൾ ഓപ്ഷൻസ് വളരെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. പല രീതിയിൽ ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, നിയർ ദ മണി ഒക്കെ വെച്ചിട്ട് നമുക്കിത് നമ്മുടെ വ്യൂ പോയിന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സെല്ലോ ബയോ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ടൈം ഡീക്കേയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ കോൾ ബൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലാഭസാധ്യത ഉള്ളത് കോൾ സെല്ല് ചെയ്യുമ്പോഴാണ്. റിസ്ക് ഉണ്ടെങ്കിലും ആ റിസ്ക് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ കോൾ സെല്ല് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്, അഡ്വൈസബിൾ. താങ്ക് യു ഫോർ വാച്ചിങ്.